starting a firm. We already told that we are planning to start a mobile firm from our estate class. And that mobile firm, in the first module, we discussed about how we are planning to start the prototype, how we are planning to take the customer requirements, all these things we discussed. Now we are focusing on quality. How we are planning for quality. Now we are in 2026 January. Today is 2nd of January. Strategic quality management means we are planning for quality for the next 3 or 4 or 5 years. 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ കമ്പനിയുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എന്തായിരിക്കും? അത് നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സ്ട്രാറ്റജിക് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുക. അതിന് വേണ്ടത് സ്ട്രാറ്റജിക് ക്വാളിറ്റി പ്ലാനിങ് വേണം. അത് മാനേജ്മെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ബട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓൾ ദ എംപ്ലോയീസ്, താഴെ തട്ട് തൊട്ട് മുകളിൽ വരെയുള്ള എല്ലാവരുടെയും സപ്പോർട്ട് കൂടി വേണം നമ്മൾ ഈ സ്ട്രാറ്റജിക് ക്വാളിറ്റി പ്ലാനിങ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. So what are the steps for SQM? First, find out the customer need. What the customer needs from you. Why they should purchase your mobile. Customer positioning. Whether you are selling the mobile only in Kerala or in India, or you are selling in US or outside India also. So that is customer positioning. Predict the future. In 2030, where will be my manufacturing factory? Where will be the image of my mobile company? ഐഫോൺ പോലെ പ്രസിദ്ധമായ ഒരു മൊബൈൽ കമ്പനിയായി ഞങ്ങളുടെ കമ്പനി മാറുമോ? അങ്ങനെ നമ്മൾ ആ ഒരു ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് സ്വപ്നം കണ്ടിട്ടല്ല കേട്ടോ. കുറെ സയന്റിഫിക് മെത്തേഡ് വഴി നമ്മൾ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം, ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. സോ വാട്ട് ഈസ് മീൻ ബൈ ദ ഗ്യാപ്പ്? നമ്മൾ മൊബൈൽ ഫോൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആരും എഐനെ പറ്റിയിട്ട് സ്റ്റാർട്ടിങ് നോക്കിയുടെ മൊബൈലിൽ എ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എഐനെ പറ്റിയിട്ട് അറിയാതെ നമ്മളിപ്പോൾ മൊബൈൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഫെയിലിയർ. കാരണം എയുടെ അത്രയും അഡ്വാൻസ്മെന്റ് വരികയാണ്. സോ വെൻ യു ആർ സ്റ്റാർട്ടിങ് യുവർ മൊബൈൽ ഫേം, അതിന്റെ ക്വാളിറ്റി നിങ്ങൾ ഫിക്സ് ചെയ്യുമ്പോൾ യു ഷുഡ് ഹാവ് എൻ ഐഡിയ 2030 എഐയുടെ അഡ്വാൻസ്മെന്റ് എവിടം വരെ ആയിരിക്കും. ആ അഡ്വാൻസ്മെന്റിലേക്ക് എത്താൻ ഇപ്പോഴത്തെ എൻ്റെ സ്റ്റേജ് വിട്ട് എന്തൊക്കെയാണ് ഗ്യാപ്പ് ഉള്ളത്, ആ ഗ്യാപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യണം. നിങ്ങൾ പറഞ്ഞ പ്ലാൻ വെച്ചിട്ട് ഇത് അലൈൻ ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. ഇത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, സ്ട്രാറ്റജിക് ക്വാളിറ്റി മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വരിക? അതെന്തൊക്കെയാണ്? എംപ്ലോയീസിന്റെ സപ്പോർട്ടില്ലായ്മ, ഒരു ഡിക്റ്റേറ്റർ ടൈപ്പ് ലീഡർഷിപ്പ്, ക്വാളിറ്റി ട്രെയിനിങ് കൊടുക്കാതിരിക്കുക, അതേപോലെ തന്നെ ഒരു ചേഞ്ച്, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പോവാതിരിക്കുക. എംപ്ലോയീസിന് തന്നെ പേടിയാവുന്ന രീതിയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നടക്കില്ല. അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്ത് നമ്മൾ ചെയ്യണം. പിന്നെ നമ്മൾ വളരെ എളുപ്പത്തിൽ നമ്മൾ പറഞ്ഞു കസ്റ്റമർ നീഡ്സ് ഐഡന്റിഫൈ ചെയ്യണം. ഹൗ വി വിൽ ഐഡന്റിഫൈ ദ കസ്റ്റമർ നീഡ്സ്? നിങ്ങൾ മൊബൈൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. ഹൗ വിൽ യു ഫൈൻഡ് ദ കസ്റ്റമർ നീഡ്സ് ഇൻ ഓസ്ട്രേലിയ? പിന്നെ നമ്മൾ ഈ ഇന്ത്യയിൽ മാത്രമാണോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ? ഇതൊക്കെ വലിയൊരു ഡിസിഷനാണ്. നമുക്ക് പരീക്ഷയ്ക്ക് പറയുമ്പോൾ ഇത് പറയാം.